എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ലോങ് ഐലൻഡിലുള്ള ഒരു ലാവൻഡർ ഫീൽഡിലാണ്. നല്ല കാറ്റ്, മുടിയൊന്നും ഇരിക്കണില്ല. മിണ്ടായിരിക്കാൻ പറഞ്ഞു, മിണ്ടായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോങ് ഐലൻഡിലുള്ള ലാവൻഡർ ഫീൽഡിലാണ് നിൽക്കുന്നത്. ഇവിടെ 3 ടൈപ്പ് ലാവൻഡർ ഉണ്ട്. ഒന്ന് ലൈറ്റ് വയലറ്റ്, ഡാർക്ക്, പിന്നെ വൈറ്റ്, പ്ലെയിൻ വൈറ്റ്. അപ്പം നമുക്കിന്ന് ലാവൻഡർ ഫീൽഡിലെ വിശേഷങ്ങളാണ് എൻ്റെ കൂട്ടുകാരോടൊപ്പം പങ്കുവെക്കുന്നത്. നമുക്ക് ലോങ് ഐലൻഡിൻ്റെ എക്സിറ്റിലാണ് ലാവൻഡർ ഫീൽഡുള്ളത്. നിങ്ങൾ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ലാവൻഡർ ഫീൽഡിൽ. നല്ല മണം കേട്ടോ. ഇവിടെ ബീ കളക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലത്തെ അവർ കാണുന്ന സൈഡിലത്തേത് അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡ് നമുക്ക് ജൂലൈ 1st വീക്ക് മുതൽ നമുക്ക് ലാവൻഡർ ഫീൽഡിൽ ഒരു ഓപ്പണിംഗ് ആണ്. ഒരാൾക്ക് $14 ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടിലും പ്രൈസ് കൂടുതലാണ്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കണം, മിക്കവാറും അധികം ആളില്ലാത്തതുകൊണ്ടായിരിക്കണം പ്രൈസ് $14 ഉള്ളൂ. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റാണ്. നിങ്ങൾ സ്ഥലം നോക്കിയേ, നല്ല നല്ല മണമാണ് ഇതിനകത്ത് നടക്കാൻ. ഇപ്പോൾ ജൂലൈ മുതൽ ഓഗസ്റ്റ് എൻഡ് വരെ നമുക്ക് ലാവൻഡർ ഫീൽഡിൽ ടിക്കറ്റ് ഓപ്പൺ ആണ്, നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉള്ള എവിടെ അറിയാമോ? ലോങ് ഐലൻഡിലെ എക്സിറ്റ് 72-ലാണ്. ഇവിടുത്തെ ലാവൻഡർ ഫീൽഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ലാവൻഡർ മുഴുവനും പൂത്തു, നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് കുട്ടികളോടൊപ്പം വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് എ ബെസ്റ്റ് ടൈം. വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല ക്രൗഡുണ്ട്, നല്ല ആൾക്കാർ, നല്ല കൂടുതലും കാണും. വീക്ക് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇല്ല. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ലാവൻഡർ മുഴുവനും പൂത്തു. ഒരു സൈഡിൽ കൂടെ അവർ ഹാർവെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെക്ഷനിൽ അവർ നമ്മുടെ നാട്ടിലെ സീനിയ പോലുള്ള ഒരു ചെടിയും അതിൻ്റെ നടുക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം നമുക്കൊന്ന് കറങ്ങി കണ്ടാലോ? അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കെട്ടിനടരിക്കണം അറിയാമോ? പുള്ളി അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് ലാവൻഡർ ഫീൽഡിൽ നടുക്കിരിപ്പുണ്ട് ആ സൈഡിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. നല്ല കാറ്റുണ്ട്, നല്ല നല്ല സ്മെല്ലാട്ടോ. ലാവൻഡറിന് നല്ല സ്മെല്ല്. നടുക്ക് നമുക്ക് നടക്കാനായിട്ട് ടാർപ്പായുടെ ഇത് വെച്ചിട്ടുണ്ട്. ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, അവർ നമ്മുടെ തടിയുടെ ഷിപ്പിട്ടാണ് മണ്ണ് ശരിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കൂടെ നോക്കിക്കേ,
ഉണ്ടാ ലാവൻഡർ ഫീൽഡ് എത്ര ഏക്കറിലാണ് കിടക്കണമെന്ന് നോക്കിയേ. നല്ല ഭംഗിയില്ലേ. കുട്ടികളുമായിട്ടൊരു ഔട്ടിങ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലാവൻഡർ ഫീൽഡ് വരിക. നമുക്ക് അങ്ങേ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഒരു നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ചില സമയത്ത് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ നമ്മളെ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ സമയത്ത് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്കിതിനുള്ളിലേക്ക് കയറാം. എങ്കിൽ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. മൂന്ന് കളറുണ്ട് കേട്ടോ. ലൈറ്റ് പർപ്പിളുണ്ട്, ഡാർക്ക് പർപ്പിളുണ്ട്, അതേപോലെ തന്നെ വെള്ള വൈറ്റും ഉണ്ട്. ഒരു സൈഡിൽ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു സൈഡിൽ മുഴുവൻ ബ്ലൂമായിട്ടുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയം ആയിട്ട് വരുന്നുണ്ട്. ഒരു സൈഡ് ഹാർവെസ്റ്റ് ചെയ്ത് ഒരു കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വീണ്ടും അത് ഇത് ചെയ്യും, ഗ്രോ ചെയ്യും. തന്നെയല്ല നമുക്ക് ഈ ഒരു വർഷം നമ്മളിത് ഈ ലാവൻഡർ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ എല്ലാ വർഷവും ലാവൻഡർ കിളിച്ച് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് നമുക്ക് ഇതൊന്നുമില്ല. ഇതിൻ്റെ മൂട് നോക്കിക്കേ. കണ്ടാ നടുക്ക് അവർ ടാർപ്പാൻ ഇട്ടിട്ടുള്ളത് നമുക്ക് നടന്നു പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇത് അവരങ്ങനെയാണ് ട്യൂബ് വെച്ചിട്ടുണ്ടോ ഇത്ര ഏക്കറിൽ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അതുപോലെ തന്നെ ലോങ് ഐലൻഡിൽ താമസിക്കുന്നവർ, കുട്ടികളുമായിട്ട് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ലാവൻഡർ ഫീൽഡ് കുട്ടികളുമായിട്ട് വിസിറ്റ് ചെയ്യുക. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല കാറ്റാട്ടാ. ഇവിടെ നമുക്ക് വേണ്ടല്ലേ ഈ സേവ് ദ ഡേറ്റ്, വെഡ്ഡിങ്ങിൻ്റെ സേവ് ദ ഡേറ്റ് അതുപോലുള്ള ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് കപ്പിൾസ്, കല്യാണം കഴിഞ്ഞവർ ഇതിനിടയ്ക്ക് അതിന് പ്രത്യേകം നമ്മൾ ചാർജ് കൊടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ. അപ്പോൾ ഈ ലാവൻഡർ ഫീൽഡിനിടയ്ക്ക് ഇരുന്ന് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. ഇത്ര ഏക്കേഴ്സിൽ ഇങ്ങനെ തരുന്ന നടക്കണ്ട. ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാവൻഡർ ഫീൽഡിലെ വിശേഷമാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മൾ ലോങ് ഐലൻഡിൽ എക്സിറ്റ് 72ലാണ് ഈ ലാവൻഡർ ഫീൽഡ് ഉള്ളത്. കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 month വെക്കാനായിട്ട് പറ്റും. വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. പക്ഷേ വീക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഹാർവെസ്റ്റ് നല്ല ഈ സൈഡ് മുഴുവനും പൂത്തിട്ടുണ്ട്. ആ സൈഡിൽ നല്ല തിക്കായിട്ട് ഒരു സൈഡിൽ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയും. ഈ സൈഡ് ഇവിടെ 3 ടൈപ്പിലുള്ള എന്നോടൊപ്പം വീഡിയോ എടുക്കാൻ വന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ ഇരിക്കണമെന്ന് നോക്കി. എത്ര ക്ലോസപ്പ് എടുത്തിട്ടാണ് പുള്ളി എത്ര ദൂരെ ഇരിക്കണമെന്നുണ്ടോ.
എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലോങ്ങാലൻഡിലെ ലാവൻഡർ ഫീൽഡിലാണുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളും ലാവൻഡർ ഫീൽഡിലെ കാഴ്ചകളും എൻ്റെ കൂട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ഗിവ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ലാവൻഡർ ഫീൽഡ് ലോങ് ഐലൻഡിലെ ന്യൂയോർക്ക് ലോങ് ഐലൻഡ് എക്സിറ്റ് 72-ലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സ്പ്രിംഗ് സ്പ്ലാഷ് എന്ന വാട്ടർ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ഫാം. അതുപോലെ തന്നെ $14 ഒരു ടിക്കറ്റ്. 2024 ടിക്കറ്റ് പ്രൈസ് $14 കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും പ്രൈസ് കുറവുണ്ട്. വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. വീക്ക് ഡേയ്സിലായതുകൊണ്ട് അധികം ആൾക്കാർ ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ സെക്ഷനിൽ 3 ടൈപ്പിലുള്ള ലാവൻഡറാണുള്ളത്. ലൈറ്റ് ലാവൻഡർ, ഡാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ലാവൻഡേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ലാവൻഡർ ഫീൽഡിലെ കാഴ്ചകൾ ഒരിക്കലും തീർന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. വെഡ്ഡിങ്ങിനൊക്കെ സേവ് ദ ഡേറ്റിനൊക്കെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വരാൻ പറ്റും. അതുപോലെ തന്നെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇവിടെ വന്ന് എൻട്രൻസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് നമുക്ക് 1 ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നല്ല ക്രൗഡായപ്പോൾ അവർ 1 മണിക്കൂറിനകം ഇത്ര പേര്, അതുപോലെ കോവിഡ് സമയത്തൊക്കെ ഇത്ര മണിക്കൂറിൽ ഇത്ര ആൾക്കാരെയൊക്കെ വെച്ച് വിടുള്ളതാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഈ ഫാമിലി ലാവൻഡർ ഫീൽഡിൽ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ല, നല്ല സൂപ്പർ കാറ്റാണ്. നമുക്കതുപോലെ തന്നെ ഇവിടുന്ന് ലാവൻഡർ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ പറ്റും, ഓയിൽ വാങ്ങിക്കാൻ പറ്റും, അതുപോലെ തന്നെ പെർഫ്യൂംസ് ഇതെല്ലാം അവിടെ സെല് ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇത് ഏക്കേഴ്സ് എത്ര ഏക്കറാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് 4 ചുറ്റും നിങ്ങൾ നോക്കി എന്ത് ഭംഗിയായിട്ട് കിടക്കണേന്ന്. അതുപോലെ ഈ പ്രാവശ്യം അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവർ പോട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സീനിയയുടെ മാതിരിയുള്ളൊരു ഫ്ലവറിൻ്റെ സെക്ഷനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. എന്നോടൊപ്പം പോകുന്നുള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ലാവൻഡർ ഫീൽഡിലെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇതുപോലെ ലാവൻഡർ ഫീൽഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ന്യൂയോർക്കിൽ ലാവൻഡർ ഫീൽഡ് ഉണ്ട്, ന്യൂജേഴ്സി, എല്ലാ സ്റ്റേറ്റിലും ഇതേ സമയത്ത് ലാവൻഡർ ഫീൽഡ് ഓപ്പൺ ആയിരിക്കും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ കെട്ടിയോനെ കൂടെ കൊണ്ടുവന്നു. നോക്കിയ പുള്ളി എവിടെയാണ് നോക്കി. എൻ്റെ വീഡിയോസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് കൂടെ വന്ന ആളാണ്. വരുന്നവരും കണ്ട എത്ര ദൂരെയാണ് പുള്ളിക്കാരെന്നറിയാമോ. ഞാൻ ക്ലോസപ്പ് എടുത്ത് നോക്കിയതാ. എന്നെ കാണാഞ്ഞിട്ട് തപ്പി വരുവേണ്ട. ലാവൻഡർ ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നെ പുള്ളിക്കാരൻ കണ്ടില്ല. ഞാൻ എവിടെയാണ്, ഇപ്പോഴാണ് പുള്ളി കണ്ടത്. ഞാനെവിടെയാണ് ഇതൊക്കെ. കാണാൻ ഭംഗിയല്ലേ. അവിടെ ഇവിടെയൊക്കെ കുറേ കപ്പിൾസൊക്കെ വന്നിരിപ്പുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് ദ വാല്യുബിൾ കമൻറ്റ്സ്. ലാവൻഡർ ഫീൽഡിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.